നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ LGS എക്സാമിന് ഇനി വരാൻ പോകുന്ന LGS എക്സാമിനും അതുപോലെ തന്നെ 10th പ്രിലിമിനറി എക്സാമുകൾക്കും അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് വേണം എന്താണ് ഇനി വരാൻ പോകുന്ന LGS എക്സാമിന് നിങ്ങൾ പോകാനായിട്ട്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ വടക്കേ അറ്റമായ റാൻ ഓഫ് കച്ച് ഏത് സംസ്ഥാനത്താണ്? എന്താണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ വടക്കേ അറ്റമായ റാൻ ഓഫ് കച്ച് ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താണ് റാൻ ഓഫ് കച്ച്? ഗുജറാത്തിലാണ് റാൻ ഓഫ് കച്ച്. അപ്പോൾ ചോദ്യം എന്താണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ വടക്കേ അറ്റമായ റാൻ ഓഫ് കച്ച് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ധാന്യം ഏതാണ്? ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യം? അത് അരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യം അരിയാണ്. വന്യജീവി സംരക്ഷണത്തിനായിട്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരം ഏതാണ്? എന്താണ്? വന്യജീവി സംരക്ഷണത്തിനായിട്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരം അത് ഹൈദരാബാദാണ്. ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്തിനു വേണ്ടിയുള്ള വന്യജീവി സംരക്ഷണത്തിനായിട്ടുള്ള ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരം ഹൈദരാബാദാണ്. 3 ചോദ്യങ്ങളെ പറഞ്ഞുള്ളൂ, അതൊന്നുകൂടി ആവർത്തിക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ വടക്കേ അറ്റമായ റാൻ ഓഫ് കച്ച് ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യം ഏതാണ്? ഏതാണ്? അരിയാണ് ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യം. വന്യജീവി സംരക്ഷണത്തിനായിട്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരമാണ് ഹൈദരാബാദ്. ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ് ഗോരുമാര നാഷണൽ പാർക്ക്? ഏത് മൃഗത്തിനാണ്? ഇന്ത്യൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ് എന്ത്? ഗോരുമാര നാഷണൽ പാർക്ക്. ഗോരുമാര നാഷണൽ പാർക്ക് ഇന്ത്യൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമായിട്ടുള്ള നാഷണൽ പാർക്കാണ് ഗോരുമാര നാഷണൽ പാർക്ക്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി എവിടെയാണ്? ജംഷഡ്പൂരിലാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി. എവിടെയാണ്? ജംഷഡ്പൂരിലാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി ആരാണ്? JRD ടാറ്റയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹീരാക്കുഡ് അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. എന്താണ്? ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ് ഗോരുമാര നാഷണൽ പാർക്ക്? ഏത് മൃഗത്തിനാണ്? ഇന്ത്യൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ് ഗോരുമാര നാഷണൽ പാർക്ക്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി എവിടെയാണ്? ജംഷഡ്പൂരിലാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി ആരാണ്? JRD ടാറ്റയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹീരാക്കുഡ് അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഓർക്കിഡുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ് ഓർക്കിഡുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആന്ധ്രാപ്രദേശിലാണ്. ഓർക്കിഡുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. മധുബാനി ചിത്രരചനാ രീതി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ ചിത്രരചനാ രീതിയാണ്? എന്താണ്? മധുബാനി ചിത്രരചനാ രീതി അത് ബീഹാറിലെ ചിത്രരചനാ രീതിയാണ് മധുബാനി. അപ്പോൾ എന്താണ്? മധുബാനി ചിത്രരചനാ രീതി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ ചിത്രരചനാ രീതിയാണ്? ദ്വാരകാനാഥ് ക്ഷേത്രം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് ദ്വാരകാനാഥ് ക്ഷേത്രം. എന്താണ്? ദ്വാരകാനാഥ് ക്ഷേത്രം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് ദ്വാരകാനാഥ് ക്ഷേത്രം.
ഇന്ത്യയിലെ ഏത് സ്ഥലമാണ് മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്? കാസോളാണ് മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ജംതാര ഡിസ്ട്രിക്റ്റിലാണ് എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എന്ന് പറയുന്നത് ജംതാരയാണ്. കർണാടകയിലെ സംസ്കൃത ഗ്രാമം ഏതാണ്? കർണാടകയിലെ സംസ്കൃത ഗ്രാമമാണ് മട്ടൂർ. ഇന്ത്യൻ റെയിൽവേ മാപ്പിൽ 2021 സ്ഥാനം പിടിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. എന്താണ്? ഇന്ത്യൻ റെയിൽവേ മാപ്പിൽ 2021 സ്ഥാനം പിടിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. നമ്മൾ എന്താണ് തൊട്ടു മുമ്പ് പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഓർക്കിഡുകളുടെ പറദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. മധുബാനി ചിത്രരചനാ രീതി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ ചിത്രരചനാ രീതിയാണ്? ബീഹാർ സംസ്ഥാനത്തെ ചിത്രരചനാ രീതിയാണ്. ദ്വാരകാനാഥ് ക്ഷേത്രം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് ദ്വാരകാനാഥ് ക്ഷേത്രം. ഇന്ത്യയിലെ ഏത് സ്ഥലമാണ് മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്? കാസോളാണ് ഇന്ത്യയിൽ മിനി ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത്. എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? ജംതാരയാണ്. കർണാടകയിലെ സംസ്കൃത ഗ്രാമമാണ് മട്ടൂർ. ഇന്ത്യൻ റെയിൽവേ മാപ്പിൽ 2021 സ്ഥാനം പിടിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. നമുക്കിനി ഈ ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ വടക്കേ അറ്റമായ റാൻ ഓഫ് കച്ച് ഏത് സംസ്ഥാനത്താണ്? ഏതാണ്? ഗുജറാത്തിലാണ്. അത് നമുക്കറിയാം. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിലായിട്ടുള്ള അതിർത്തിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ ഉപ്പിൻ്റെ ചതുപ്പ് പ്രദേശമാണ് ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ വ്യാപിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യമാണ് അരി. അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യമാണ് അരി. അതിനി മറക്കാണ്ടിരിക്കാൻ നമ്മൾ എല്ലാ ദിവസവും കൂടുതൽ ആൾക്കാരും ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചോറാണ്. അപ്പോൾ എന്താണ്, നമ്മൾ ചുമ്മാ അത് വെച്ച് ആ ചോറ് കഴിക്കുമ്പോഴല്ല ഇനി ഇത് മറക്കാണ്ട് ഓർക്കുക. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യമാണ് അരി എന്നുള്ള കാര്യം. അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണത്തിനായിട്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരമാണ് ഹൈദരാബാദ്. അത് നാഷണൽ വൈൽഡ് ലൈഫ് ജനറ്റിക് റിസോഴ്സ് ബാങ്ക് NWGRB. എന്താണ്? നാഷണൽ വൈൽഡ് ലൈഫ് ജനറ്റിക് റിസോഴ്സ് ബാങ്ക്. എവിടെയാണ്? ഹൈദരാബാദിലാണ്. NWGRB നാഷണൽ വൈൽഡ് ലൈഫ് ജനറ്റിക് റിസോഴ്സ് ബാങ്ക്. എവിടെയാണ്? ഹൈദരാബാദിലാണ്. അടുത്ത ചോദ്യം, ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ് ഗോരുമാര നാഷണൽ പാർക്ക് എന്നുള്ളതാണ്. അത് ഇന്ത്യൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ്. ഗോരുമാര നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലായിട്ടുള്ളൊരു നാഷണൽ പാർക്കാണ്. ഈ ഗോരുമാര നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലാണ് ഗോരുമാര നാഷണൽ പാർക്ക്. ഗോരുമാര നാഷണൽ പാർക്ക് ഇന്ത്യൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ്. ഗോരുമാര നാഷണൽ പാർക്ക്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി എവിടെയാണ്? ജംഷഡ്പൂരിലാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി ആരാണ്? JRD ടാറ്റയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹീരാക്കുഡ് അണക്കെട്ട്. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹീരാക്കുഡ് അണക്കെട്ട്. ആണ് ഒഡീഷയിൽ മഹാനദിയിലാണ് ഹീരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹീരാക്കുഡ്. ഒഡീഷയിലെ മഹാനദിയിലാണ് ഹീരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. ഓർക്കിഡുകളുടെ പറദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്.
മധുബാനി ചിത്രരചനാ രീതി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലെ ചിത്രരചനാ രീതിയാണ് മധുബാനി ചിത്രരചനാ രീതി. ദ്വാരകാനാഥ് ക്ഷേത്രം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് ദ്വാരകാനാഥ് ക്ഷേത്രം. ഇന്ത്യയിലെ ഏത് സ്ഥലമാണ് മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്? കാസോളാണ് ഇന്ത്യയിൽ മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. എവിടെയാണ് മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്? കാസോളാണ്. എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ജംതാര. കർണാടകയിലെ സംസ്കൃത ഗ്രാമമാണ് മട്ടൂർ. ഇന്ത്യൻ റെയിൽവേ മാപ്പിൽ 2021 സ്ഥാനം പിടിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യൻ റെയിൽവേ മാപ്പിൽ 2021 സ്ഥാനം പിടിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. സ്വന്തമായിട്ട് ജലനയം കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മേഘാലയയാണ്. ബാഷ്പകടൽ എവിടെയാണ്? ചന്ദ്രനിലാണ് ബാഷ്പകടൽ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണെന്ത്? സെലനോളജി. അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ജീവജാലങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ജീവജാലങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ്.